രാമായണത്തിലെ സീതയായി സായി പല്ലവി എത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയധികം കോൺട്രവേഴ്സി ഉണ്ടായത്? സീതയുടെ കഥാപാത്രത്തിന് സായി പല്ലവി അനുയോജ്യമാണോ? അവരുടെ ഹിന്ദി ആക്സന്റ് മുതൽ കാസ്റ്റിംഗ് വരെ ചോദ്യം ചെയ്യപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ പുറത്തിറങ്ങിയ രാമായണ ട്രെയിലർ വന്നതോടെ ഈ ചർച്ചയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഇതെല്ലാം നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിതേഷ് തിവാരി സംവിധാനം ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതീക്ഷകളുള്ള സിനിമകളിൽ ഒന്നാണ് രാമായണ. രൺബീർ കപൂർ ശ്രീരാമനായും സായി പല്ലവി സീതയായും യാഷ് രാവണനുമായാണ് എത്തുന്നത്. ഇന്നലെ ജൂലൈ 30, 2026 സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയത്. ട്രെയിലറിന് വിഷ്വൽ ക്വാളിറ്റിക്കും പെർഫോമൻസിനും വലിയ ശ്രദ്ധ പിടിച്ചിട്ടുണ്ട്. സായി പല്ലവിയുടെ സീതാ കഥാപാത്രത്തിനും പലരിൽ നിന്നും പോസിറ്റീവ് പ്രതികരണങ്ങളും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ ജേർണി അത്ര സ്മൂത്ത് ആയിരുന്നില്ല. എന്തായിരുന്നു സായി പല്ലവിക്കെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട ക്രിറ്റിസിസം എന്ന് നമുക്ക് ആദ്യം നോക്കാം. സായി പല്ലവിയെ സീതയെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു. സീതയുടെ കഥാപാത്രത്തിന് സായി പല്ലവി ശരിയായ ചോയ്സ് ആണോ എന്നായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അതിനു പിന്നാലെ ഒരു പബ്ലിക് ഇവന്റിൽ സായി പല്ലവി ഹിന്ദി സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ഭയങ്കര വൈറലാവുകയായിരുന്നു. അവരുടെ ഹിന്ദി പ്രൊനൗൺസിയേഷനെ ചിലർ വിമർശിക്കുകയും രാമായണ പോലൊരു സിനിമയിൽ സീതയെ അവതരിപ്പിക്കുന്ന ഒരാളുടെ ഹിന്ദി ഇത്ര ഫ്ലുവൻ്റ് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ സിനിമ സക്സസ് ആവുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ചർച്ചകൾ ഉണ്ടാകുകയും ചെയ്തു. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ ഇതിനെ എതിർത്തിട്ടുണ്ടായിരുന്നു. അവരുടെ അഭിപ്രായം വളരെ സിമ്പിളായിരുന്നു. ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഭാഷയിലെ പെർഫെക്ഷൻ മാത്രം മതിയല്ല, ആക്ടിങ് എബിലിറ്റിയും ഇമോഷണൽ കണക്ഷനും പ്രധാനമാണ്. അങ്ങനെ ഈ ഡിബേറ്റ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വലിയ രീതിയിൽ പടർന്നിട്ടുണ്ട്. അന്നു കപൂർ പറഞ്ഞത് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ വിഷയം. ഇതിനിടെ വെറ്ററൻ ആക്ടർ ആയിട്ടുള്ള അന്നു കപൂർ സായി പല്ലവിയെ സീതയായി കാസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പരാമർശം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് കാരണമായിട്ടുമുണ്ട്. അതോടെ സായി പല്ലവിയെ സീതയായി കാസ്റ്റിംഗ് ചെയ്തത് ശരിയായ തീരുമാനമാണോ എന്നുള്ളൊരു ചോദ്യം വീണ്ടും ഇങ്ങനെ ശക്തമായിട്ട് ഉയർന്നു കേട്ടോ. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതെല്ലാം കാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ക്രിറ്റിസിസവുമാണ്. സായി പല്ലവി സീതയെ അഭിനയിച്ചത് തെറ്റാണെന്ന് തെളിയിക്കുന്ന ഒന്നല്ല. അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ്. പിന്നെ എന്തുകൊണ്ടാണ് സായി പല്ലവിയെ തന്നെ തിരഞ്ഞെടുത്തത് എന്നുള്ളതിന്റെ കാരണം ഇവിടെയാണ് മറ്റൊരു സൈഡ്. സായി പല്ലവിക്ക് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു അഭിനയ ശൈലിയുണ്ട്. അവരുടെ എക്സ്പ്രഷൻസ് ആയാലും ഇമോഷണൽ സീൻസും സിംപ്ലിസിറ്റിയും എന്നിവയാണ് പല സിനിമകളിലും ആളുകൾ ഇവരെ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ മേക്കേഴ്സ് സീതയുടെ കഥാപാത്രത്തിന് അവരുടെ ഓൺ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് നൽകാൻ ശ്രമിച്ചതെന്ന് നമുക്ക് പറയാം. അതിനാൽ സീത എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഇമാജിനേഷൻ ഉണ്ടാകാം. പക്ഷെ സിനിമയിൽ ഒരു ആക്ടർ ഒരു കഥാപാത്രത്തെ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നത് ട്രെയിലർ കണ്ടതിന് ശേഷമാണ് ശരിക്കും വിലയിരുത്തേണ്ടത് എന്നെനിക്ക് തോന്നുന്നില്ല. നമ്മളതിന്റെ സിനിമ കണ്ടിട്ട് തന്നെ തികച്ചും വിലയിരുത്തണം. ഇപ്പോൾ ട്രെയിലർ വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് നമുക്ക് വരാം. ജൂലൈ 30 ഒഫീഷ്യൽ രാമായണ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ട്രെയിലർ കണ്ടതിന് ശേഷം നേരത്തെ സായി പല്ലവിയെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നവരിൽ ചിലരും അവരുടെ ലുക്കിനെ കുറിച്ചും പെർഫോമൻസിനെ കുറിച്ചും പോസിറ്റീവ് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതേസമയം എല്ലാവരും ഇംപ്രസ്ഡ് ആയിട്ടില്ല. ചില സോഷ്യൽ മീഡിയ യൂസേഴ്സ് ഇപ്പോഴും അവരുടെ ഡയലോഗ് ഡെലിവറിയും സീതയുടെ ഗ്രേസും സംബന്ധിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് കോൺട്രവേഴ്സി പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല. പക്ഷെ ട്രെയിലർ വന്നതോടെ ഇനി ഡിസ്കഷൻ കൂടുതൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സായി പല്ലവി സീതയെ എങ്ങനെ അവതരിപ്പിച്ചു എന്നതിലാണ് എല്ലാവരുടെയും ഫോക്കസ്. ഇനി എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു കഥാപാത്രത്തെ ട്രെയിലർ മാത്രം കണ്ടിട്ട് ഫൈനലായി ജഡ്ജ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല. പ്രത്യേകിച്ച് രാമായണ പോലൊരു വലിയ കഥയിൽ സീത എന്ന കഥാപാത്രത്തിന് ഒരുപാട് ഇമോഷണൽ ഡെപ്ത് കൊടുത്തിട്ടുണ്ട്. അതിനാൽ സിനിമ മുഴുവനായിട്ട് കണ്ടിട്ട് മാത്രമേ നമുക്ക് സായി പല്ലവി ആ കഥാപാത്രത്തിന് യോജിച്ചതാണോ അല്ലയോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഒരാളുടെ ഹിന്ദി ആക്സെന്റ് മാത്രം നോക്കി നമ്മൾ അവരുടെ ആക്ടിങ് എബിലിറ്റീനെ വിലയിരുത്താൻ പാടില്ല. അതേസമയം പ്രേക്ഷകർക്ക് അവരുടെ സ്വന്തം അഭിപ്രായം പറയാനുള്ള അവകാശമൊക്കെ ഉണ്ട്. അതേസമയം ക്രിറ്റിസിസം ഉണ്ടാകാം, പക്ഷേ പേഴ്സണൽ അറ്റാക്ക് പോലെ സംസാരിക്കാൻ പാടില്ല. ഇനി നിങ്ങൾ പറയൂ, സായി പല്ലവി സീതയായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത്?
ട്രെയിലർ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായം മാറിയോ എന്നും പറയണേ. അപ്പോൾ സായി പല്ലവി തന്നെയാണോ ശരിയായ ചോയ്സ്, അതോ മറ്റൊരു ആക്ട്രസ് ആയിരുന്നെങ്കിൽ കൂടുതൽ നന്നായെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിലുള്ള സിനിമ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.